റിയാദിലെ റഹീം നിയമസഹായ സമിതിക്കെതിരായ നിലപാട് തിരുത്തി സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ കുടുംബം. റഹീമിനായി നിയമസഹായ സമിതി നടത്തിയ പ്രവർത്തനങ്ങൾ പൊതുയോഗം വിളിച്ചു ചേർത്ത കുടുംബത്തെ സമിതി ബോധ്യപ്പെടുത്തി. തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്നും എല്ലാം പരസ്പരം പൊറുക്കണമെന്നും റഹീമിന്റെ ഉമ്മ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. റഹീമിന്റെ മോചനത്തിനായി ഒന്നിച്ചു നിന്ന മലയാളി സമൂഹത്തെ തന്നെ നിരാശരാക്കിയാണ് റഹീമിന്റെ കുടുംബവും റിയാദിലെ നിയമസഹായ സമിതിയും തമ്മിലുള്ള ഭിന്നത പുറത്തേക്ക് വന്നത്. കുടുംബത്തെ അറിയിക്കാതെ റഹീമിനെ കാണാനെത്തിയ കുടുംബം ഒടുവിൽ റഹീമിനെ കണ്ട ശേഷമാണ് നിയമസഹായ സമിതിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. നിയമസഹായ സമിതിയിലെ മുഴുവൻ സംഘടനാ പ്രതിനിധികളും പങ്കെടുത്ത പൊതുയോഗത്തിൽ പണം കൈകാര്യം ചെയ്തതും നിയമ നടപടിക്രമങ്ങളും കുടുംബത്തെ നിയമസഹായ സമിതി ബോധ്യപ്പെടുത്തി. വാർത്താസമ്മേളനത്തിൽ കുടുംബം ഇത് അംഗീകരിച്ചു. ആശയക്കുഴപ്പങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ചു. നല്ല സന്തോഷത്തിൽ കുട്ടിനായിട്ട് പോകാൻ ഇതികൾ ബാക്കി തന്നാൽ ഒന്നൊക്കെ നമ്മളോട് പറയാൻ തെറ്റ് വന്നു പോയില്ലാന്ന് പറയില്ല. ഇതൊക്കെ തെറ്റെന്നാ പറഞ്ഞത് നോക്കിയതൊക്കെ നിങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങളെല്ലാവരും ഒരാളായിട്ടല്ല എല്ലാവരും നിങ്ങളോട് പറയാതെ വേറെ ഒന്നും പറയാൻ. ഇതിനിടെ റഹീമിന്റെ സഹോദരൻ നടത്തിയ ചില പ്രതികരണങ്ങൾ ആശയക്കുഴപ്പം കൂട്ടാൻ ഇടയായിരുന്നു. നസീറും ഇത് പിൻവലിച്ചു. തമാശ രൂപത്തിൽ പറഞ്ഞതാണ്. എന്റെ ഇതിലുണ്ടല്ലോ, എന്റെ ഫോണിലുണ്ടല്ലോ, തമാശ രൂപത്തിൽ പറഞ്ഞാൽ ഗൗരവത്തിൽ പറഞ്ഞതല്ല. അതുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നില്ല. 17-നാണ് ഇനി കേസ് കോടതി പരിഗണിക്കുന്നത്. റഹീമിന്റെ മോചന ഉത്തരവിനാണ് ഏവരും കാത്തിരിക്കുന്നത്. സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ദുബായ്.